ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവിയുടെ സങ്കടം കണ്ടിട്ട് ബാലൻ ചോദിക്കുന്നുണ്ട്, ഇന്ന് എന്തായിരുന്നു ഇവിടെ പ്രത്യേകത? ദേവി നല്ല വിഷമത്തിലാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ അഞ്ചു നടന്ന സംഭവങ്ങളെല്ലാം ബാലനോട് പറയാൻ കേട്ടോ. അപ്പോൾ ബാലൻ പറയുന്നുണ്ട്, ഇതൊക്കെ എപ്പോഴും ഇവിടെ സംഭവിക്കുന്നത് തന്നെയല്ലേ? പക്ഷേ അങ്ങനെയല്ല ബാലേട്ടാ, എല്ലാം ദേവിയെത്തി കേട്ടുകൊണ്ട് നിൽക്കായിരുന്നു അപ്പു പറഞ്ഞതല്ല. അതുമാത്രമല്ല, ഇനി അമ്മയെന്ന് വിളിക്കരുതെന്നും അങ്ങോട്ട് പോകാൻ പാടില്ലെന്നും ഒക്കെ കുഞ്ഞിനെ വിലക്കുകയും ചെയ്തു. ദേവിയെത്തി വാങ്ങിക്കൊടുത്തില്ലേ ആ കുഞ്ഞി പാവ, അതിനെ വരെ കുഞ്ഞിനെ എടുക്കാൻ സമ്മതിക്കാതെ വലിച്ചെറിഞ്ഞിട്ടാണ് പോയത്. പാവം. അതൊക്കെ കണ്ട് ദേവിയെത്തി എന്നോട് സങ്കടപ്പെട്ടും നെഞ്ചു പൊട്ടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞത്. അപ്പു ദേവിയെത്തി കണ്ടതൊന്നും അപ്പു കണ്ടില്ലെങ്കിലും ദേവിയെത്തി എല്ലാം മാറി നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സഹിക്കാൻ വയ്യാഞ്ഞിട്ട എന്ന് പറയുമ്പോൾ ദേവി വെള്ളവും കൊണ്ട് തിരിച്ച് വരണം കേട്ടോ കിച്ചണിൽ പോയി ദേവി. അപ്പോൾ ബാലൻ പറയാണ്, നീ എന്താ കരയുന്നത്? ഞാൻ കാണണ്ടാന്ന് വെച്ചിട്ടാണോ? അതൊന്നും അല്ല ബാലേട്ടാ, സാരമില്ല. ഇനിയിപ്പോൾ എന്തായാലും ഇതൊന്നും ആരോടും പറയാൻ നിൽക്കണ്ട, ഇത് ഇവിടം കൊണ്ടങ്ങ് തീർക്കണം കേട്ടോ അഞ്ചു എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ ദേവിയോട് ബാലൻ ചോദിക്കുന്നുണ്ട്, നിനക്കതൊക്കെ കേട്ട് വിഷമമായില്ലേ? നീ എന്തുമാത്രം പ്രയാസപ്പെട്ട് കാണുമെന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. അതൊന്നുമില്ല ബാലേട്ടാ, സാരമില്ല. അങ്ങനെയല്ല, പിന്നെ അപ്പു ഇങ്ങനെയൊക്കെ പറഞ്ഞത് അവളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ ഒരു മനസ്സിൻ്റെ പ്രയാസം കൊണ്ടാണ് അവൾ പറഞ്ഞത്. ഇപ്പം കണ്ണൻ തന്നെ കണ്ടില്ലേ, ഒരു ഏട്ടത്തിയാണെന്നുള്ള സ്ഥാനം പോലും അവൾക്ക് കൊടുക്കാതെ എന്തൊക്കെയാണ് വിളിച്ച് പറഞ്ഞത്. അപ്പോൾ അവൾക്കും തോന്നി കാണും, ഒരു ബന്ധത്തിനും സ്നേഹത്തിനും ഒന്നും ഒരു വിലയുമില്ല, പിന്നെ എന്തിനാണ് മറ്റുള്ളവർക്ക് വില തരുന്നത്? അതൊക്കെ കൊണ്ടാണ് അപ്പു ഇങ്ങനെയൊക്കെ പറയുന്നത്. നമ്മൾ ഇപ്പം അങ്ങ് ക്ഷമിച്ച് കൊടുക്കുന്നതാണ് നല്ലതെന്ന് ദേവിയോട് പറയാൻ കേട്ടോ. എന്തായാലും കണ്ണൻ എന്തിയേ? കണ്ണൻ ഒന്ന് വിളിച്ച് നോക്കാം, അത്താഴം കഴിക്കാനും വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ദേവി വിളിക്കാൻ പോവുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യ്, നമുക്കിനിയിപ്പോൾ നാളത്തേക്ക് വേണ്ടി വച്ചേക്കണ്ട, ആ ക്യാഷ് എടുത്ത് കണ്ണന് കൊടുക്കാം, നാളെ രാവിലെ ചെന്നൈയിൽ പോകണമെങ്കിൽ അങ്ങ് പോട്ടെ എന്ന് പറയുമ്പോൾ ദേവി പറയും, ബാലേട്ടാ അവനിങ്ങനെ വെറുക്കല്ലേ, വെറുത്തതുപോലെ പറയല്ലേ. ഞാനങ്ങനെ വെറുക്കാനോ? നമ്മുടെ മോനല്ലേ അവൻ, അവനെ എനിക്ക് വെറുക്കാൻ പറ്റുമോ? അല്ല, കൊടുക്കാനുള്ളത് നേരത്തെ കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ എന്ന് പറയണം. അപ്പോഴാണ് കണ്ണൻ വന്നു കേട്ടോ. അപ്പോൾ ദേവി ഓടിപ്പോയി ചോദിക്കും, കണ്ണാ നീ എവിടെ പോയതാ? ഒന്ന് വിളിച്ച് പറഞ്ഞിട്ടെങ്കിലും പോക്കൂടെ? ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാ, വെറുതെ ബോറടിച്ചിരിക്കാന്നുള്ളതേ ഉള്ളൂ, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയണം കേട്ടോ കണ്ണൻ. പിന്നെ അത്താഴത്തിന് വേണ്ടിയിട്ട് എന്നെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ട് അതും എന്നിങ്ങനെ ദേവിയുടെ മുഖത്തോക്കി പറഞ്ഞിട്ട് അകത്തേറി പോവുകയാണ്. അപ്പോൾ ബാലൻ പറയുന്നുണ്ട്, ഒന്ന് നിന്നേ, ദേവി ആ പൂജാമുറി ഇരിക്കുന്ന ഇങ്ങെടുത്തിട്ട് വാന്ന് പറയും. അങ്ങനെ അപ്പവും ഹരിയും അഞ്ചുവും എല്ലാവരും വന്ന് നിൽപ്പുണ്ട്. അങ്ങനെ പൂജാമുറിയിൽ നിന്ന് ക്യാഷ് എടുത്തുകൊണ്ട് നേരെ വന്ന് ബാലൻ അത് കണ്ണന് നേരെ നീട്ടുകയാണ്. നീ ചോദിച്ച പൈസ മുഴുവനില്ല, ഇത് 7 ലക്ഷം രൂപയുണ്ട്, തൽക്കാലം ഇത് വെച്ച് നീ ബിസിനസ് തുടങ്ങ്, ബാക്കി പതിയെ ഞങ്ങളത് ഉണ്ടാക്കി തന്നോളാം എന്ന് പറയുമ്പോൾ കണ്ണൻ പറയും, ഇത് 7 ലക്ഷം രൂപ കൊണ്ട് എന്ത് ചെയ്യാനാ? ഞാൻ തുടങ്ങാൻ പോണ ബിസിനസ്സിൻ്റെ മെഷീനറീസുകളൊന്നും ഈ മുറിച്ച് കൊച്ചു കൊച്ചു പലിശ അടയ്ക്കുമ്പോഴേയും തവണകൾ അടയ്ക്കുമ്പോഴേയും ഒന്നും വാങ്ങാൻ പറ്റുന്നതല്ല. ഒരുമിച്ച് തുടങ്ങാനുള്ള കാര്യങ്ങൾ അതെല്ലാം ഈ പലചരക്ക് കടയിൽ സാധനങ്ങൾ കയ്യിലുള്ള പൈസയ്ക്ക് സാധനങ്ങൾ വാങ്ങിച്ച് വെച്ച് കുറച്ചായിട്ട് വിറ്റ് തിരിച്ചെടുക്കുന്നത് പോലെയല്ല ഞാൻ തുടങ്ങാൻ പോകുന്ന ബിസിനസ് എന്നിങ്ങനെ പറയണം കേട്ടോ. ഉടനെ ഹരിക്ക് ദേഷ്യം വന്നു. ഹരി ഉടനെ പറയുന്നുണ്ട്, എടാ നീ കുറച്ച് നാളായിട്ട് പറയുന്നുണ്ടല്ലോ പലചരക്ക് കട എന്ന്, എന്താണ് നിനക്ക് ഇത്ര പുച്ഛം? ആ ഒരു കട ഉള്ളത് കൊണ്ടാണ് ഇന്ന് നീ ഇവിടെ നിവർന്ന് നിൽക്കുന്നത്. ഇവിടുത്തെ ഇത്രയും നാൾ അതിൻ്റെ ഒരു വരുമാനം കൊണ്ട് തന്നെയാണ് ഈ കുടുംബം പോയത്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പോകുന്നത്, എന്നിട്ട് നിനക്ക് പുച്ഛമോ? എന്നും പറഞ്ഞുകൊണ്ട് ഈ പലചരക്ക് കടയും കെട്ടിപ്പിടിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ ഞാൻ എൻ്റെ ഭാവി നശിപ്പിക്കുകയാണെന്നും എനിക്ക് താല്പര്യമില്ല ഹരിയേട്ടാ. അതുമാത്രമല്ല, എൻ്റെ താല്പര്യങ്ങൾ ഇതാണ്, എൻ്റെ ആഗ്രഹങ്ങളും ഇതാണ്, ഇതിലെനിക്ക് മുന്നേറുക തന്നെ വേണം, അല്ലാതെ കടയും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഹരിയേട്ടനെ പോലെ നല്ലൊരു ശമ്പളത്തിൽ ജോലി കിട്ടിയിട്ട് പോവാതെ വീട്ടിൽ കയറി കിടക്കുന്ന ഒരു പലചരക്ക് കടയുടെ പേരും പറഞ്ഞ് വലിയേട്ടനാണെങ്കിൽ പോട്ടെ എന്ന് വയ്ക്കാം, ഹരിയേട്ടൻ്റെ പഠിപ്പും വിവരവും എല്ലാം ഉള്ളതല്ലേ, എന്നിട്ട് പോലും ഒരു ജോലിക്ക് പോകാതെ ഇവിടെ കയറി കിടക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞും കൊണ്ട് ഹരിയോട് പറയണം കേട്ടോ. അതുപോലെ എനിക്ക് എൻ്റെ ഭാവിയും ജീവിതം നശിപ്പിക്കാൻ പറ്റില്ല, എനിക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും എനിക്കുണ്ട്, എനിക്കിത് വലുതാവണം, എൻ്റെ ഈ അവസരങ്ങളൊന്നും ഞാൻ നഷ്ടപ്പെടുത്താൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് വലിയേട്ടാ എനിക്ക് തരണമെങ്കിൽ 15 ലക്ഷം രൂപ ഒരുമിച്ച് തരുക, അല്ലെങ്കിൽ എനിക്ക് വേണ്ട, അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ഞാൻ ചോദിച്ചതുപോലെ ഈ സാന്ത്വന വേണ്ട പ്രമാണമെങ്കിൽ തന്നാൽ മാത്രം മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്നൊറ്റ വാക്കിൽ പറഞ്ഞിട്ട് ഒറ്റ പോക്ക് പോവാണ് കേട്ടോ കണ്ണൻ. അപ്പോൾ അപ്പുവിനാണെങ്കിൽ ചില കാര്യങ്ങൾ കണ്ണൻ പറഞ്ഞാൽ ചെറിയൊരു ഇഷ്ടം തോന്നുന്നുണ്ട് ഹരിയെ കുറ്റപ്പെടുത്തിയതിൽ, കാരണം ഹരി അങ്ങനെയാണല്ലോ.
അങ്ങനെ ബാലൻ പാവം എന്ത് പറയണമെന്നറിയാതെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കാശല്ലേ, തളർന്നിരിക്കുകയാണുണ്ടോ. അപ്പോഴാണ് ശിവൻ കയറി വരുന്നത്. അപ്പോൾ ശിവനോട് പറയുന്നുണ്ട്, ശിവ ഇതാ ഇത് നീ എവിടെ നിന്നാണ് ഇത് ഒപ്പിച്ചത്, നീ അവിടെ തന്നെ കൊണ്ടു കൊടുത്ത് നിൻ്റെ ബാധ്യതകളൊക്കെ തീർക്ക്, ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല, അവന് മുഴുവനും പൈസ വേണമെന്നാണ് പറയണത്. എന്തായാലും ഒരു കാര്യം നമുക്ക് തീരുമാനിക്കാം, ഈ സാന്ത്വനം കുടുംബം ഭാഗം വയ്ക്കാം, അത് തന്നെയാണ് നല്ലത് എന്ന് പറഞ്ഞ് പൈസ തിരിച്ച് കൊടുത്തിട്ട് ബാലേട്ടൻ തകർന്നകത്ത് കയറി പോവാനാട്ടോ. അങ്ങനെ അവിടെ ചെല്ലുമ്പം അഞ്ജുവിനോട് ശിവൻ പറയുന്നുണ്ട്, അഞ്ജു ശിവനോട് പറയണം, എന്നാൽ ഇവൻ ഈ 7 ലക്ഷം കൊടുത്തിട്ട് പോയി എന്ത് പുച്ഛത്തോടു കൂടിയാണ് ഇവൻ ഇങ്ങനെ പൈസ വാങ്ങാതെ ഇരുന്നത്. അവൻ ഈ 7 ലക്ഷത്തിൻ്റെ വില പോലും അവൻ അറിയില്ലല്ലോ. അല്ലേ തന്നെ ഇവൻ എന്തറിയാം, ബിസിനസ്സിനെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ ഇവൻ ഇത്രയും കാശൊക്കെ ചോദിക്കുന്നത്. അല്ലേ തന്നെ പണ്ടെങ്ങാണ്ട് കുറച്ച് ദിവസം വന്ന് കൃഷ്ണ സ്റ്റോറി വന്ന് എന്തൊക്കെയോ സാധനങ്ങൾ വിറ്റു എന്നും പറയും, ഇവൻ എന്താ അറിയുക. പിന്നെ കരിയേട്ടൻ പറയാൻ കേട്ടിട്ടുണ്ട് അവിടെ വന്നിരുന്നാൽ എന്തെങ്കിലും നക്കാപ്പിച്ചൊക്കെ അടിച്ച് മാറ്റിക്കൊണ്ട് പോകാനാണെന്ന്. അപ്പോൾ ശിവൻ പറയണട്ടോ, അത് ശരിയാ, പൈസ മാത്രമല്ല അവൻ അതും ചെയ്യും, അതിൻ്റെ അപ്പുറവും ചെയ്യും, ഒരുപാട് കാശ് അവൻ അവിടെ നിന്ന് അടിച്ച് മാറ്റിയിട്ടുണ്ട്, ഒരു 10,000 രൂപ വരെ എടുത്തിട്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. 10,000 രൂപ അതെപ്പോഴാണ്? അങ്ങനെ പിന്നെ ശിവൻ പഴയ ആ ഒരു കഥ പറയാൻ കേട്ടോ. അഞ്ജുവിൻ്റെ ഒരു അലമാരയിൽ നിന്ന് കണ്ണൻ 10,000 രൂപ എടുത്തുകൊണ്ട് പോയല്ലോ, അവസാനം നിവർത്തി കെട്ട് കണ്ണൻ്റെ ശിവൻ്റെ കാല് പിടിച്ച് പറയുമ്പോൾ ശിവൻ അത് വേറൊരിടത്തുനിന്ന് മറിച്ച് 10,000 രൂപ ആ അലമാരയെ കൊണ്ട് വെക്കുന്നുണ്ട്. ആ ഒരു കഥ ആർക്കും അറിയില്ലായിരുന്നു, ബാലനും കണ്ണനും ഈ ഒരു ശിവനും മാത്രമേ അറിയുള്ളായിരുന്നു. അത് ഇപ്പോൾ അഞ്ജുവിനോട് പറയണം. അപ്പോൾ അഞ്ജു അറിഞ്ഞിട്ട് പറഞ്ഞു, ഇത്രയും വലിയൊരു കാര്യം ഇവിടെ നടന്നു, ഇനി അവനെ വെറുതെ വിടാൻ പാടില്ല, നേരത്തെ എന്നോട് പറയാത്തത്, അവിടെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് അവനെ ഞാൻ നിർത്തി പൊരിച്ചേനെയല്ലോ. വേണ്ട അഞ്ജു പോട്ടെ, ഇനിയിപ്പോൾ നമ്മൾ ഇനി അതിനെക്കുറിച്ചൊന്നും പറഞ്ഞ് അവന് വിഷമിപ്പിക്കണ്ടെന്ന് പറയുമ്പോൾ അവന് ഇത്രത്തോളം മറ്റുള്ള വിഷമിപ്പിച്ചിട്ട് ഇനിയിപ്പോൾ എന്തായാലും ഒരു കാരണം അധികകാലം ഇവൻ്റെ അഹങ്കാരം പോവില്ല, നീ ശിവേട്ടൻ നോക്കിക്കോ എന്നിങ്ങനെ പറയാനിടാം. പിന്നെ നമ്മുടെ ദേവൂട്ടിയെ അപ്പോൾ ഇങ്ങനെ ബലത്തിൽ പിടിച്ചിരുത്തുകയാണ്. അപ്പോൾ ദേവൂട്ടി എന്തൊക്കെയോ പഠിച്ചു കഴിഞ്ഞ് എന്നത്തെയും പോലെ ബാഗ് കൊടുത്ത് ദേവിയുടെ മുറി പോകാൻ നോക്കുമ്പോൾ പറയും, ദേവൂട്ടി നീ എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ അമ്മയുടെ റൂമില്ല, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല അവർ അമ്മയെന്നൊന്നും വിളിക്കരുത്, നീ ഒരിടത്തും പോകുന്നില്ല, ഇവിടെ തന്നെ ഇരുന്നാൽ മതി. കൊച്ചങ്ങോട്ട് കാറി കരയാൻ തുടങ്ങിയിട്ടോ, എനിക്ക് അമ്മയുടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഹരി വരാണ്. ഹരി വന്ന് വഴക്ക് പറയാനായിട്ടോ, അപ്പൂനെ വലിയേട്ടൻ്റെ അടുത്ത് പോയി കിടക്കണമെങ്കിൽ പോട്ടടി, നീ എന്തിനാ കുഞ്ഞിനെ ഇങ്ങനെയിട്ട് വിഷമിപ്പിക്കണേ എന്ന് പറയുമ്പോൾ അപ്പൂനങ്ങ് ദേഷ്യം വരാനായിട്ടോ. ദേഷ്യം വന്ന് ഹരി ഇങ്ങനെ ചെറിഞ്ഞ് നോക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.